Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 19th lecture on Strategic Cost and Management Accounting, which is a subject for semester 3 students of MCOM. In previous lectures, we were discussing about process costing, and in this lecture, we are going to discuss about one important aspect in process costing, and that is process losses. So, there are mainly 4 aspects in process costing, and they are process losses, inter-process profits, work in progress and effective or equivalent production, and then joint and byproducts. So, process losses, inter-process profits, work in progress and effective or equivalent production. ഇത് ഇത്രയും നമ്മൾ പ്രോബ്ലം അടക്കം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ ജോയിൻറ്റ് ആൻഡ് ബൈ പ്രോഡക്ട്സ് ആവശ്യമെങ്കിൽ പ്രോബ്ലവും തിയറിയും നോക്കാം നമുക്ക്. ക്ലിയർ? സോ നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ 4 ആസ്പെക്റ്റുകൾ നോക്കിയിരുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പ്രോസസ് ലോസസ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ പ്രോസസ് ലോസസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവുകയാണ്. സോ പ്രോസസ് ലോസസ് നമുക്കറിയാം, റോ മെറ്റീരിയൽസ് പല പ്രോസസ്സുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് എത്തുന്നത്. ക്ലിയർ? സോ ദർ വിൽ ബി സർട്ടൺ ലോസസ് ഇൻ സർട്ടൺ പ്രോസസ്സസ്. ഓരോ പ്രോസസ്സിലും സർട്ടൺ ലോസസ് ഉണ്ടാവും. ക്ലിയർ? സോ ദീസ് ലോസസ് ആർ ഇന്നെവിറ്റബിൾ ആൻഡ് ആക്യുറേറ്റ് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻ ടു ഇനേബിൾ കൺട്രോൾ. അതായത് പ്രോപ്പറായിട്ട് ഓരോ പ്രോസസ്സിലും ഉണ്ടാകുന്ന ലോസസ് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ വി വിൽ ബി ഏബിൾ ടു ഇനേബിൾ കൺട്രോൾ ഓൺ ദാറ്റ് ലോസസ്. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ആൻഡ് മെയിൻലി ദ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി കെപ്റ്റ് വെൽ ഇൻഫോംഡ് ത്രൂ ദ മീഡിയം ഓഫ് സ്ക്രാപ്പ് ടിക്കറ്റ്സ്, മെറ്റീരിയൽ ക്രെഡിറ്റ് നോട്ട്സ് ആൻഡ് ലോസ് റിപ്പോർട്ട്സ്. കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സ്ക്രാപ്പ്, അതായത് ഈ ലോസസ് റിലേറ്റഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇൻഫോംഡ് ആയിരിക്കണം. അതായത് സ്ക്രാപ്പ് ടിക്കറ്റ്സ്, സ്ക്രാപ്പ് എന്താണെന്ന് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിരുന്നു സ്ക്രാപ്പിന് സെയിൽ വാല്യൂ ഉണ്ട്. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ സെയിൽ വാല്യൂ എടുക്കുന്നതും എല്ലാം പറഞ്ഞിരുന്നു. സോ സ്ക്രാപ്പ് ടിക്കറ്റ്സ് യൂസ് ചെയ്തും മെറ്റീരിയൽ ക്രെഡിറ്റ് നോട്ട്സ്. മെറ്റീരിയൽ ക്രെഡിറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലർ ബയ്യർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ്. ആൻഡ് ഈ ഗുഡ്സ് ബയ്യർ റിട്ടേൺ ചെയ്തിരിക്കാം. റിട്ടേൺസിൻ്റെ കേസിലാണ് കൂടുതലും ക്രെഡിറ്റ് നോട്ട്സ് വരുന്നത്. ക്ലിയർ? ആൻഡ് ഈ ക്രെഡിറ്റ് നോട്ട്സിൽ മെറ്റീരിയൽ ക്രെഡിറ്റ് നോട്ട്സ് ആകുമ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെറ്റീരിയൽ ക്രെഡിറ്റ് നോട്ട്സിൽ ഉണ്ടായിരിക്കും. ആൻഡ് ആ മെറ്റീരിയൽ ക്രെഡിറ്റ് നോട്ട്സ് കൂടുതലും വരുന്നത്, ക്രെഡിറ്റ് നോട്ട്സ് കൂടുതലും വരുന്നത് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന കേസിലൊക്കെയാണ്. ഓക്കെ, ക്ലിയർ? ദെൻ ലോസ് റിപ്പോർട്ട്സ്. അപ്പോൾ ഈ മീഡിയംസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഓരോ പ്രോസസ്സിലും എത്ര ലോസാണ് ഉണ്ടായത് അതെല്ലാം പ്രോപ്പറായിട്ട് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ദ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി കെപ്റ്റ് വെൽ ഇൻഫോംഡ്. അത് ക്ലിയർ ആയിട്ട് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിരിക്കണം. ക്ലിയർ? സോ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി വെൽ ഇൻഫോംഡ് എബൌട്ട് ദ ലോസസ്. ലോസസിനെ പറ്റി കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രോപ്പർ നോളേജ് ഉണ്ടായിരിക്കണം. സോ പോയിന്റ് ഔട്ട് ടു ദ സൂപ്പർവൈസേഴ്സ് ആൻഡ് ഫോർമാൻ ദാറ്റ് ലോസ് ആസ് സ്ക്രാപ്പ് ഷുഡ് ബി മെഷേർഡ് ആൻഡ് റെക്കോർഡഡ്. അതായത് ഫോർമാനും സൂപ്പർവൈസേഴ്സും എന്ത് ചെയ്യുക, ആ സ്ക്രാപ്പായിട്ട് വരുന്ന ലോസസ് ഇറ്റ് ഷുഡ് ബി മെഷേർഡ് ആൻഡ് റെക്കോർഡഡ്. അതായത് നമുക്കറിയാം സ്ക്രാപ്പിന് സർട്ടൺ കേസസിൽ എന്താണ്, സെയിൽ വാല്യൂ ഉണ്ട്. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും സ്ക്രാപ്പിൻ്റെ യൂണിറ്റ്സ് ഇത്രയുമാണ്, പെർ യൂണിറ്റ് ഇത്രയാണ് സെയിൽ വാല്യൂ എന്ന് പറയും. സോ അതൊക്കെ നമ്മൾ മെഷർ ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും വേണം. സ്ക്രാപ്പ് എത്രയുണ്ട്, ലോസ് ആസ് സ്ക്രാപ്പായിട്ട് എത്ര നഷ്ടമുണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ക്ലിയർ? അതിൻ്റെ സെയിൽ വാല്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോസസ്സിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് പോവും പ്രോസസ് അക്കൗണ്ട്സിൽ. ക്ലിയർ? അപ്പോൾ അത് ക്ലിയർ ആവും. ദെൻ ഇനി ഇത് റെക്കോർഡ് ചെയ്തില്ല അല്ലെങ്കിൽ മെഷർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ മെറ്റീരിയൽസിൻ്റെ കൂടെ ഇതാകെ മെർജ്ഡ് ആയി കിടന്നിട്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് വിൽ ഇൻക്രീസ്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് പോകും. അതായത് സ്ക്രാപ്പായി കിടക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ടോട്ടൽ മെറ്റീരിയൽസിലുണ്ട്. സോ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ അകത്ത് അതുകൂടി വന്നിട്ട് ഇറ്റ് വിൽ ഇൻക്രീസ്. ക്ലിയർ? ദെൻ മെറ്റീരിയൽസ് വിച്ച് ആർ പ്രോസസ്ഡ് ആർ ദെൻ ഫൗണ്ട്
ഡിഫക്റ്റീവ് ആൻഡ് സ്ക്രാപ്പ്. അതായത് മെറ്റീരിയൽസ് ഓൾറെഡി എൻറ്റർ ചെയ്തു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആൻഡ് കുറേ ഓപ്പറേഷൻസിന് ശേഷം ദ മെറ്റീരിയൽസ് ആർ ഫൗണ്ട് ഡിഫക്റ്റീവ് ആൻഡ് സ്ക്രാപ്പ്. ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്നു, അങ്ങനെ അത് സ്ക്രാപ്പിലേക്ക് പോകുന്നു. ദെൻ ആ ഒരു സ്റ്റേജ് വരെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രോസസ്സ് 1 കുഴപ്പമൊന്നുമില്ലാതെ പോയി, പ്രോസസ്സ് 2 വെച്ചിട്ടാണ് മനസ്സിലാവുന്നത് ദ മെറ്റീരിയൽ ഈസ് ഡിഫക്റ്റീവ് ആൻഡ് സ്ക്രാപ്ഡ്. ദെൻ അവിടം വരെ ആ പ്രോസസ്സ് 1 ഇൻകർ ആവുന്ന ഷെയർ ഓഫ് ലേബർ ഉണ്ട്, വേരിയബിൾ ഓവർ ഹെഡ്സ് ഉണ്ട്. ഓക്കെ, പോയിന്റ് ഓഫ് റിജക്ഷൻ സെക്കൻഡ് പ്രോസസ്സാണ്. സോ ഫസ്റ്റ് പ്രോസസ്സിൽ ഉണ്ടായിരിക്കുന്ന ഷെയർ ഓഫ് ലേബറും വേരിയബിൾ ഓവർ ഹെഡും ഉണ്ട്. ഇത് ഇത്രയും ചിലവാണ് നമുക്ക്. സോ ഒബ്വിയസ്ലി ദ ലോസ് ഇൻക്രീസസ് വിത്ത് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും എന്താണ്, ലോസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? മെറ്റീരിയൽസ് ഓൾറെഡി എൻറ്റർ ചെയ്തു പ്രോസസ്സിൽ, കുറച്ച് ഓപ്പറേഷൻസ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇറ്റ് ഈസ് ഡിഫക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് സ്ക്രാപ്പ്. ദെൻ ആ ഒരു സ്റ്റേജ് വരെ ഇൻകേർഡ് ആവുന്ന ഷെയർ ഓഫ് ലേബറും ഉണ്ട്, വേരിയബിൾ ഓവർ ഹെഡും ഉണ്ട്. സോ ഒബ്വിയസ്ലി ദ ലോസ് ഇൻക്രീസസ് വിത്ത് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും ലോസ് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് സ്ക്രാപ്പ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് ഇമ്മീഡിയറ്റ്ലി. അതായത് സ്ക്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡിസ്പോസ് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഇറ്റ് ഈസ് യൂഷ്വലി വാല്യൂഡ് ഹയർ ദാൻ ദ ലൂസ് സ്ക്രാപ്പ്. ലൂസ് സ്ക്രാപ്പിനെക്കാട്ടിലും ഹയർ വാല്യൂ ആണ്. സോ അത് ആ പ്രോസസ്സിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ക്ലിയർ? ലൂസ് സ്ക്രാപ്പിനെക്കാട്ടിലും കൂടുതൽ ഈ സ്ക്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ സ്ക്രാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു എലമെൻറ്റ് പ്രോസസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതും ഹയർ ആയിട്ട് തന്നെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ സ്ക്രാപ്പ് നീഡ്സ് ലെസ് സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മളത് ഡിസ്പോസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ? അതാണ് ആ പോയിന്റ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ലോസ് മേ അറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് എവാപ്പറേഷൻ, റെസിജ്വൽസ് ആൻഡ് സ്വാർഫ്. അപ്പോൾ ചില മെറ്റീരിയൽസ് അറിയാമല്ലോ, എവാപ്പറേറ്റഡ് ആയിട്ട് പോകാനായിട്ട് ചാൻസ് ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ എവാപ്പറേഷൻ കാരണം ലോസ് സംഭവിക്കാം. ആൻഡ് റെസിജ്വൽസ് ആൻഡ് ദെൻ ആഷ്, ദെൻ സ്വാർഫ്. സ്വാർഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അത് വെറും പൊടിയായിട്ടുള്ള ആ ഒരു രീതിയിലൊക്കെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ക്ലിയർ? ദെൻ അൺഅവോയ്ഡബിൾ ഹാൻഡ്ലിംഗ്, ബ്രേക്കേജ് ആൻഡ് സ്പോയിലേജ് ലോസസ്. അതായത് അൺഅവോയ്ഡബിൾ ആയിട്ട്, അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും അതേ കണക്ക് തന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പലതാക്കേണ്ട അങ്ങനെയൊക്കെ ആവശ്യം വരുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസ് വരുമ്പോൾ ആ ബ്രേക്കേജിലൂടെയും ലോസ് സംഭവിക്കാം. ആൻഡ് സ്പോയിലേജ് ലോസസ്, നശിച്ചു പോകും. ഒരുപാട് നാൾ ഇരുന്ന് കഴിയുമ്പം ഒബ്സലേറ്റ് ഒക്കെ ആയിട്ട് ചീത്തയായിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെയും ലോസ് സംഭവിക്കാം. ദെൻ വിഡ്രോവൽ ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അറിയാനായിട്ട്, ക്വാളിറ്റി ചെക്കിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ഒക്കെ ആയിട്ട് സാമ്പിൾസ് ഒക്കെ ആയിട്ടൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോകും. ആ ടൈമിലൊക്കെ എന്താണ്, നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഈ 3 റീസൺസിലൂടെയാണ് കൂടുതലായിട്ടും മെറ്റീരിയൽ ലോസസ്, അതായത് പ്രോസസ് ലോസസ് സംഭവിക്കുന്നത്. ക്ലിയർ? ദെൻ പ്രോസസ് ലോസസ് മേ ബി നോർമൽ ഓർ അബ്നോർമൽ. പ്രോസസ് ലോസസ് 2 ടൈപ്സ് ആണ്, നോർമൽ ലോസും അബ്നോർമൽ ലോസും. ഈ 2 ലോസിൻ്റെയും തിയററ്റിക്കൽ പാർട്ടും റിലേറ്റഡ് പ്രോബ്ലംസും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ക്ലിയർ? ഓക്കെ, വിത്ത് ദിസ് ലെക്ചർ the 19th lecture of strategic cost and management accounting is concluded. Thank you.